വന്യജീവി ആക്രമണങ്ങളും അതിനെ തുടർന്നുള്ള മരണങ്ങളും വയനാടെന്ന ജില്ലയെ ഒരു സമര ഭൂമികയാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ പ്രതിപക്ഷ MLA-മാർ പോലും ആ സമരച്ചൂട് അറിഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഏറെ മാസങ്ങൾക്ക് ശേഷം ഇത്ര വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അവസാനം വയനാടിൻ്റെ സ്വന്തം MP രാഹുൽ ഗാന്ധി വയനാട് സന്ദർശിക്കാൻ സമയം കണ്ടെത്തിയിരിക്കുകയാണ്. ഇന്ന് വയനാടെത്തിയ രാഹുൽ ഗാന്ധി മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ കാണുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ അപ്പോൾ വയനാടുകാർ ഉയർത്തുന്ന, പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഉയർത്തുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട്. എന്തിനാണ് ഞങ്ങൾക്കിങ്ങനെ ഒരു MP? അങ്ങനെ ഒരു ചോദ്യം അവർ ചോദിക്കാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, വന്യജീവി ആക്രമണങ്ങൾ അടക്കമുള്ള പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനും അതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താനും കൃത്യമായി ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്നും ആ വിഷയത്തിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നത് വസ്തുതയാണ്. കേന്ദ്ര വനം നിയമം ഉൾപ്പെടെ ആണ് ഈ വന്യജീവി ആക്രമണം തടയുന്നതിൽ നിന്നും സർക്കാരിനെ തടഞ്ഞു നിർത്തുന്ന ഒരു ഘടകം. അപ്പോൾ കേന്ദ്ര സർക്കാരുമായി ഉൾപ്പെടെ ചർച്ച നടത്തേണ്ട ഈ പ്രശ്നങ്ങൾ കേന്ദ്ര വനം മന്ത്രാലയത്തിൻ്റെ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട രാഹുൽ ഗാന്ധി അത് ചെയ്യുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്, പകൽ പോലെ വ്യക്തമായ ഒരു യാഥാർത്ഥ്യം. ഇത് വയനാട്ടുകാരെ ഏറെ പ്രകോപിപ്പിക്കുന്നുണ്ട്. വയനാട്ടുകാർ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിക്ക് ഒരു റേഡിയോ കോളർ ഘടിപ്പിക്കണം എന്ന ആവശ്യം വരെ ഉന്നയിക്കുന്നുണ്ട്. അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് രാഹുൽ ഗാന്ധി വർഷത്തിൽ ഒരു തവണയോ 2 തവണയോ മറ്റോ ആണ് വയനാട് എന്ന സ്വന്തം മണ്ഡലം സന്ദർശിക്കാനെത്തുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റിന്റെ മാതൃകയിലാണ് രാഹുൽ ഗാന്ധിയുടെ വയനാട് സന്ദർശനം. ഒരു MP എന്ന നിലയിൽ മണ്ഡലത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കാനോ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നില്ല എന്നാണ് വയനാടുകാരുടെ ആരോപണം. അപ്പോൾ വയനാടുകാർ പലരും ധരിച്ചത് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹം ഒരു മികച്ച പാർലമെന്റേറിയനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ്. എന്നാൽ വസ്തുത അതുമല്ല. രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ ഹാജർ നില എന്ന് പറയുന്നത് വെറും 53%. അതായത് പകുതിയിലധികം സമയം, പാർലമെന്റ് കൂടിയ പകുതിയിലധികം സമയവും രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉണ്ടായിരുന്നില്ല. വെറും 53% ഹാജർ മാത്രമാണ് രാഹുൽ ഗാന്ധിക്ക് ലോക്സഭയിലുള്ളത്. ഇനി സംവാദങ്ങളുടെ കാര്യം എടുക്കാം. സംവാദങ്ങളിലൂടെയാണ് പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതും ഒരു മികച്ച പാർലമെന്റേറിയൻ രൂപപ്പെടുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഈ പാർലമെന്റ് കാലയളവിൽ പാർലമെന്റിലൊട്ടാകെ 300-ലധികം സംവാദങ്ങൾ നടന്നു. ഇതിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തതാകട്ടെ വെറും 5 സംവാദങ്ങൾ. ഇനി ചോദ്യങ്ങളുടെ കാര്യമെടുത്താലും രാഹുൽ ഗാന്ധി ഏറെ പിന്നിലാണ്. വെറും 86 ചോദ്യങ്ങൾ മാത്രമാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉന്നയിച്ചത്. അതായത് ഒരു ശരാശരിയിൽ താഴെ പ്രകടനം മാത്രം കാഴ്ചവെച്ച ഒരു പാർലമെന്റേറിയനാണ് രാഹുൽ ഗാന്ധി. ഒരു പ്രതിപക്ഷത്തെ പ്രമുഖ നേതാവെന്ന നിലയിലോ വയനാടിൻ്റെ MP എന്ന നിലയിലോ ഒരു ശരാശരി പ്രകടനം പോലും കാഴ്ചവെക്കാനാവാത്ത ഇത്തരത്തിലൊരു MP-യെ, ഒരു താരപരിവേഷമുള്ള MP-യെ എന്തിനാണ് വയനാടുകാർ ചുമക്കുന്നത് എന്നൊരു ചോദ്യം പ്രസക്തമാണ്. രാഹുൽ ഗാന്ധി വയനാട് സന്ദർശിക്കാറില്ല, പാർലമെന്റിൽ കൃത്യമായി എത്താറില്ല. പിന്നെ എന്താണ് രാഹുൽ ഗാന്ധി എന്ന MP-യുടെ ചുമതല അല്ലെങ്കിൽ പണി എന്നൊരു ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ പലരും ചോദിക്കുന്നു. പിന്നെ ആദ്യമായല്ല രാഹുൽ ഗാന്ധി കേരളത്തിൻ്റെ ഉൾപ്പെടെ പല ആവശ്യങ്ങൾക്ക് മുമ്പിൽ മുഖം തിരിച്ചു നിൽക്കുന്നത്. രാഹുൽ ഗാന്ധി മുമ്പും കേരളത്തെ വഞ്ചിച്ച സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷ MP-മാർ 19 പേർ പാർലമെന്റിൽ നിർമ്മല സീതാരാമന് ഒരു നിവേദനം നൽകുകയുണ്ടായി കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട്. ആ നിവേദനത്തിൽ ഒപ്പിടാത്ത ഒരേ ഒരു MP അത് രാഹുൽ ഗാന്ധിയാണ് എന്ന കാര്യം നമ്മൾ മറന്നുപോകാൻ പാടില്ല. എന്തായാലും രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ നിലയിൽ ഉള്ള ഒരു പ്രകടനമല്ല രാഹുൽ ഗാന്ധിയിൽ നിന്നും പലരും പ്രതീക്ഷിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം. കാര്യം അമേഠിക്ക് പുറമെ രാഹുൽ വയനാട്ടിൽ കൂടി മത്സരിക്കാൻ എത്തുമ്പോൾ ജനങ്ങൾ വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് ഒരുക്കിയത്. നൽകാവുന്ന ഏറ്റവും മികച്ച ഭൂരിപക്ഷം നൽകിയാണ് വയനാട് രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചത്. പക്ഷേ എന്നിട്ട് പോലും വയനാട് ജില്ലയിൽ സമയം ചെലവഴിക്കാനോ വയനാടിൻ്റെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാനോ കഴിയാത്തൊരു MP-ആയി രാഹുൽ ഗാന്ധി മാറി എന്നതാണ് യാഥാർത്ഥ്യം.